ഇനി അടുത്ത രണ്ടെണ്ണം കൂടെ പറയാം. സോ അഗെയിൻ ദ നെക്സ്റ്റ് ടു. സോ ഒന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരിക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ്. രണ്ട് നാഷണൽ പാർക്കാണ്. രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറി, രണ്ട് നാഷണൽ പാർക്കാണ്. സോ നോക്കുക, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ്, ഹിയർ ദ പ്രയോറിറ്റി ഓഫ് കൺസർവേഷൻ ഇൻ ദ ഏരിയ ഈസ് ബേസ്ഡ് ഓൺ എ പർട്ടിക്കുലർ വൈൽഡ് ആനിമൽ or a group of animals. Very, very important. You go through any wildlife sanctuary across the Indian states. So where we are giving prioritization of conservation for a particular wild animal or a group of animals. For example, you take the Neyyar Wildlife Sanctuary. The priority animal is crocodile. ക്രോക്കഡൈലാണ് അവിടുത്തെ കൺസർവേഷൻ അനിമലായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുതുമലൈ ടൈഗേഴ്സാണ്. പറമ്പിക്കുളം ടൈഗർ ആൻഡ് എലിഫൻ്റ് ആണ്. ഇപ്പോൾ ഒരു അനിമലിലാവാം അല്ലെങ്കിൽ ഒരു കൂട്ടം അനിമലിലാവാം. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ യു ബ്രാൻഡ് ദം ആസ്. മറന്നു പോരുത്, ഏത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കയറിയാലും ഫ്രണ്ടിൽ വലിയൊരു ബോർഡ് കാണും. അവിടെ ഏതൊക്കെ അനിമലിലാണ് അവർ കൺസർവ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്തിരിക്കും. അവർ ഒരു അനിമലാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഒരു അനിമലായിരിക്കും കൺസർവ് ചെയ്യപ്പെടുന്നത്. ഒരു കൂട്ടമാണെങ്കിൽ ഒരു കൂട്ടമായിരിക്കും. വാട്ട് വി കോമൺലി കോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. ഓക്കെ. ഇനി നാഷണൽ പാർക്ക് ആണെങ്കിൽ കൺസർവേഷൻ ബേസ്ഡ് അപ്പോൺ നേച്ചർ, നോ പ്രയോറിറ്റൈസേഷൻ. ആർക്കും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. നേച്ചറിനെയാണ് കൺസർവ് ചെയ്യുന്നത്, ലാൻഡ്സ്കേപ്പിനെയാണ് കൺസർവ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് നാഷണൽ പാർക്ക് എന്ന് പറയാം. അപ്പോൾ നാഷണൽ പാർക്കിനകത്ത് ദ ഇമ്പോർട്ടൻസ് ഇസ് ഗിവൺ ടു നേച്ചർ rather than any particular animal or animals. രണ്ട്, second point again very important. If you go through any wildlife sanctuary, tribals are permitted to enter into the area for collecting their livelihood, what I called previously by the word MFP. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി നോൺ വുഡ് ഫോറസ്റ്റ് പ്രോഡക്ട്സ്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ വാക്ക് MFP എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറുന്നേ ഉള്ളൂ, നോൺ വുഡ് ഫോറസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ. but tribals are permitted to collect anything branded under the non-wood forest products. ഈ ലിസ്റ്റ് എന്ത് ചെയ്തിരിക്കും? ഡിസ്പ്ലേ ചെയ്തിരിക്കും. ട്രൈബൽസിന് പെർമിഷൻ ഉണ്ട്, കയറി എടുക്കാം. ആദ്യം പറഞ്ഞ പോലെ ഹണി, ബാംബു, കെയിൻസ്, ലാക്ക്, സീഡ്സ്, ഫ്രൂട്ട്സ്, ഫാളൻ ട്വിഗ് എടുക്കാം, പെർമിസിബിൾ ആണ്. ഫയർവുഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം എന്താണ്? നോൺ വുഡ് ഫോറസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഓക്കെ. നാഷണൽ പാർക്കിൽ നത്തിങ് ഈസ് പെർമിസിബിൾ ടു കളക്ട്. താഴെ വീണ് ഇല പോലും എടുക്കാൻ പറ്റത്തില്ല. നത്തിങ് ഈസ് പെർമിസിബിൾ ടു കളക്ട്. എന്താണ്? ഒരു ആക്ടിവിറ്റിയും നടക്കത്തില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ യൂണിക് പോയിന്റ്. അപ്പോൾ ട്രൈബൽസിന് ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല നാഷണൽ പാർക്കിനകത്ത്. ഓക്കെ. മൂന്ന്, ജനറലി the appealing authority in wildlife sanctuary will be the concerned state government. State is the appealing authority. അപ്പോൾ ആദ്യത്തെ അപ്പീലിംഗ് പോകുന്നത് സ്റ്റേറ്റിൽ നിന്നായിരിക്കും പോകേണ്ടത്. അപ്പീലിംഗ് അതോറിറ്റി സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നാഷണൽ പാർക്ക് ആകുമ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പീലിംഗ് അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, മറ്റേ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നാലാമത്തെ പോയിന്റ്, sanctuaries are comparatively smaller area. National park are comparatively large areas. Sanctuaries എപ്പോഴും ചെറിയ ഏരിയ ആയിരിക്കും, പാർക്ക് എപ്പോഴും ലാർജ് ഏരിയ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ദ ഫീച്ചേഴ്സ് ഓഫ് എ സാങ്ച്വറി ടു എ പാർക്ക്. ഓക്കെ. ഞാൻ കേരളത്തിലുള്ള എല്ലാ സാങ്ച്വറിയും പാർക്കും പറയാം, അതൊന്ന് എഴുതി വെച്ചോ, കാരണം ഹിറ്റ് ചെയ്യാം ക്വസ്റ്റ്യനകത്ത്. സോ കേരളത്തിനകത്ത് വരുന്ന നാഷണൽ പാർക്ക് ആദ്യം എഴുതിക്കോ. നാഷണൽ പാർക്ക് നമ്പർ 1 നാഷണൽ പാർക്കാണ് കേരളത്തിൽ നിന്നുള്ളത്. നമ്പർ 1
ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക്. 2 പെരിയാർ നാഷണൽ പാർക്ക്. 3 മതികേട്ടൻ ഷോല നാഷണൽ പാർക്ക്. മതികേട്ടൻ MATHIKETTAN ഷോല നാഷണൽ പാർക്ക്. മതികേട്ടൻ ഷോല നാഷണൽ പാർക്ക്. 4 ആനമുടി ഷോല നാഷണൽ പാർക്ക്. ആനമുടി ഷോല നാഷണൽ പാർക്ക്. കേരളത്തിലെ ഏറ്റവും വലിയ ഷോല എന്ന് പറയുന്നത് ആനമുടി ഷോല നാഷണൽ പാർക്ക്, മറന്നു പോകരുത്. ലാർജസ്റ്റ് ഷോല ഫോറസ്റ്റ് ഇൻ കേരള. യുണീക്കാണ്, ആനമുടിയാണിത്. 5 പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. പാമ്പാടും ഷോല നാഷണൽ പാർക്ക്. ഇത് 5ഉം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വരുന്നതാണ്. മനസ്സിലായോ? ഈ 5ഉം ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാഷണൽ പാർക്കാണ്. ഓക്കെ. 6 സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പാലക്കാട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക്, പാലക്കാട്. ഇനി ഏറ്റവും അവസാനം ഒരെണ്ണം കൂടെ ഇപ്പം കൊടുത്തു, ഗ്രീൻ നോഡായിരിക്കുക, കരിമ്പുഴ നാഷണൽ പാർക്ക്. കരിമ്പുഴ നാഷണൽ പാർക്ക്, അതും പാലക്കാടാണ്. അപ്പോൾ ആകെ കിടക്കുന്നത് 5 ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്, 2 പാലക്കാട്. ഇത്രയും നാഷണൽ പാർക്കിൽ കേരളത്തിലുള്ളൂ. ഓക്കെ. ഇനി സാങ്ച്വറീസ് ഞാൻ ഡിസ്ട്രിക്ട് വൈസ് പറഞ്ഞു പോവാം, അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. ട്രിവാൻഡ്രം ആദ്യം പറയാം. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 2 പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. 2ഉം ട്രിവാൻഡ്രമാണ്. നെയ്യാർ പേപ്പാറ, ബാക്കി WLS കോമൺ ബേർഡാ. 2 ഉള്ളൂ ട്രിവാൻഡ്രത്ത്. കൊല്ലം ചെന്തുരുന്തി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ചെന്തുരുന്തി വൈൽഡ് ലൈഫ് സാങ്ച്വറി SHEN ആണ്. ചെന്തുരുന്തി വൈൽഡ് ലൈഫ് സാങ്ച്വറി വളരെ യുണീക്കാണ്. കാരണം കേരളത്തിലാകെ മിർസ്റ്റിക്ക സ്വാമ്പ് ഉള്ളത് അവിടെ മാത്രമേ ഉള്ളൂ. കേട്ടിട്ടുണ്ടോ ആ പ്ലാന്റ്? വളരെ യുണീക്ക് പ്ലാന്റ് ആണ്, ഹൈലി എൻഡേഞ്ചേർഡ് ആണ്. മിർസ്റ്റിക്ക MYRISTICA. സ്വാമ്പ് എന്ന് പറയുമ്പോൾ മാർഷി. മിർസ്റ്റിക്ക സ്വാമ്പ് കേരളത്തിലാകെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ചെന്തുരുന്തി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. നോട്ട് ചെയ്തോളാം. അപ്പോൾ കൊല്ലം തീർന്നു. ദെൻ അഗെയിൻ എറണാകുളം മംഗളവനം. Then again തൃശ്ശൂർ പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി. പീച്ചി. അടുത്ത വാക്ക് VAZHANI. VAZHANI. പീച്ചി വാഴാനി വൈൽഡ് ലൈഫ് സാങ്ച്വറി തൃശ്ശൂറാണ്. പിന്നെ വരുന്നത് ചിമ്നി വൈൽഡ് ലൈഫ് സാങ്ച്വറി, തൃശ്ശൂറാണതും. ചിമ്നി വൈൽഡ് ലൈഫ് സാങ്ച്വറി. ദെൻ പാലക്കാട്, അത് ലേറ്റസ്റ്റ് ആണ്. ചൂലനൂർ പി ഫൗൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ചൂലനൂർ CHULANNUR. ചൂലനൂർ. അവിടുത്തെ കൺസർവിങ് അനിമൽ പി ഫൗൾ ആണ്. അതാണ് പി ഫൗൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയാൻ കാരണം. അപ്പം ദെൻ വയനാട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സോറി, പാലക്കാട് ഒരെണ്ണം കൂടെ പറയാം, പറമ്പിക്കുളം വിട്ടുപോയി. പാലക്കാട് ചൂലനൂറും പറമ്പിക്കുളം. ചൂലനൂർ പറമ്പിക്കുളം. വയനാട് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പം നല്ല ചോദ്യമാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ വെടിവെപ്പ് നടക്കുന്നത് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയും, വേറൊരു പേര്. നോട്ട് ചെയ്തോളാം, അതൊക്കെ ചോദിക്കാം. ദെൻ അഗെയിൻ വയനാടായി. ദെൻ കണ്ണൂർ ആറാളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ARALAM.
ARALAM ആറാലം വൈൽഡ് ലൈഫ് സാങ്ച്വറി. പിന്നെ ഒരെണ്ണം കൂടെ കൊടുത്തു കൊട്ടിയൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, തലശ്ശേരിയാണ് കൊടുത്തിരിക്കുന്നത്. കൊട്ടിയൂർ KOTTIYOOR. ഓക്കെ. ദെൻ ഇടുക്കിയാണ് ഇനി മേജർ വരുന്നത്. ഇടുക്കി പെരിയാർ കമ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി രണ്ടാമത് വരുന്നത്. അതിന്റെ പേര് തന്നെ ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹാർട്ട് ഓഫ് ഇടുക്കി. ഈ തട്ടേക്കാട് ശരിക്കും പറഞ്ഞാൽ ബോർഡർ ഓഫ് ബിറ്റ്വീൻ എറണാകുളം ആൻഡ് ഇടുക്കിയാണ്. അപ്പോൾ ഇടുക്കിയിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എറണാകുളം പറഞ്ഞാലും തെറ്റൊന്നുമല്ല. അപ്പം അതൊന്ന് മാറിഞ്ഞിട്ടേക്കണം. കാരണം ഇടുക്കിയുടെ ഫോറസ്റ്റ്, നമ്മളെ ലാൻഡ് ജോഗ്രഫിയും ഫോറസ്റ്റ് ജോഗ്രഫിയും രണ്ടാണ്. ഫോറസ്റ്റ് ജോഗ്രഫി വെച്ച് അവർ കൊടുത്തിരിക്കുന്നത് എവിടെ കൊടുത്തിരിക്കുന്നത്? തൃശ്ശൂരിലാണ്, ഇടുക്കിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ലാൻഡ് ഏരിയ വെച്ച് പറയുമ്പോൾ എവിടെ വരും? എറണാകുളം ടച്ച് ചെയ്ത് കയറും. അപ്പോൾ രണ്ടും പറയാം. തട്ടേക്കാട്. ദെൻ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇടുക്കിയാണ്, ചിന്നാർ. പിന്നെ കുറിഞ്ചിമല സാങ്ച്വറി, കുറിഞ്ചിമല, അത്രയും ഇടുക്കിയിലാണ്. അപ്പോൾ തട്ടേക്കാട് വേണമെങ്കിൽ നിങ്ങൾക്ക് എറണാകുളത്ത് ഇട്ടാലും തെറ്റൊന്നുമില്ല. ദെൻ കാസർഗോഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആണ് റാണിപുരം വൈൽഡ് ലൈഫ് സാങ്ച്വറി. അത് വളരെ യുണീക്കാണ്. ബ്രഹ്മഗിരി റിസർവ് അവിടെയാണ് കയറി വരുന്നത്. വളരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ബ്രഹ്മഗിരി റിസർവ് ഫോറസ്റ്റ്. അതിനകത്ത് കയറി പോകുന്നുണ്ട്. റാണിപുരം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബ്രഹ്മഗിരി റിസർവ്, അതിനകത്ത് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഓഫ് കേരളം. നിങ്ങൾ ഏത് ബുക്ക് നോക്കിയാലും ഒരിക്കലും കേരളത്തിലുള്ള വലുതായിട്ടൊന്നും കാണത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അപ്പം നാഷണൽ പാർക്ക് 7 എണ്ണം, വൈൽഡ് ലൈഫ് സാങ്ച്വറി 16-17 എണ്ണം കാണും. സോ ദാറ്റ്സ് ദ ടോട്ടാലിറ്റി. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഹെഡിങ് കൊടുക്കുക, ബയോസ്ഫിയർ റിസർവ്, BR. സോ BR സ്റ്റാറ്റസ് കോ എപ്പോഴും തരപ്പെടുന്നത് യുനെസ്കോ ആണ് തരുന്നത്. ത്രൂ എ സ്കീം കോൾഡ് മാൻ ആൻഡ് ബയോസ്ഫിയർ. വാക്ക് വളരെ യുണീക്കാണ്. BR എപ്പോഴും തരപ്പെടുന്നത് ബയോസ്ഫിയർ റിസർവ്, യുനെസ്കോ ആണ് അവാർഡ് ചെയ്യുന്നത്. ത്രൂ എ സ്കീം കോൾഡ് മാൻ ആൻഡ് ബയോസ്ഫിയർ. ഓക്കെ. ഇനി തരണമെങ്കിൽ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, യുവർ ഏരിയ ഷുഡ് ഹാവ് ഗോട്ട് എ ട്രയാങ്കുലർ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം അവിടെ 3 കമ്പോണൻസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒന്ന് കൺസർവേഷൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. 2 റിസർച്ചാണ്, റിസർച്ച് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആയിരിക്കണം. ഓക്കെ. 3 എന്താണ് കൾച്ചറൽ. ഈ 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. വളരെ യുണീക്കാണ്. അപ്പോൾ എനിവർ യു ഗോ ത്രൂ ദ ഡേറ്റാ ബാങ്ക്, ഇഫ് ദർ ഇസ് എ ബയോസ്ഫിയർ റിസർവ്, it should have got a triangular relationship comprising conservation, research or education. Then there should be cultural or recreation. Culture എന്ന് പറയാം, recreation എന്ന് പറയാം. ഈ കോൺസെപ്റ്റിലാണ് എന്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? BR is framed on the basis of conservation, education and recreation. Okay. Second point is again very important. Each BR should containing 3 zones. What we commonly call zone 1, 2 and 3. The zone 1 is commonly called by the term core zone. Zone 2 is commonly called by the term buffer zone. And 3 is called by the term ecotourism zone. So there's a second major point. So all the BR should containing 3 major zones, namely
core zone, buffer zone, ecotourism zone. Okay. Then the third point, what is a core zone? Core zone is located deeper into the area, interior. രണ്ട്, untouched, unexplored, undisturbed. എന്തുവേണമെങ്കിലും പറയാൻ നോക്ക്. എന്ന് പറയുമ്പോൾ എന്താണ്? വെർജിൻ ലാൻഡാണ്. Nobody is permitted to enter into the area. Very, very important. അഫീഷ്യൽസിന് പോലും അകത്ത് കയറാൻ പറ്റത്തില്ല. അൺടച്ച്ഡ് ആണ്, വെർജിൻ ലാൻഡ് ആണ്, അൺഡിസ്റ്റർബ്ഡ് ആണ്. എന്നാൽ എന്ത് കിട്ടത്തുള്ളൂ? കോർ സോൺ കിട്ടത്തുള്ളൂ. ഓക്കെ. രണ്ട്, ദ അഡ്ജോയിനിങ് ഏരിയ ഓഫ് കോർ സോൺ ഇസ് കോമൺലി കോൾഡ് ബഫർ സോൺ. സോ വയർ റിസർച്ച്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആർ പെർമിസിബിൾ. ഇവിടെ റിസർച്ച് ചെയ്യാം, എഡ്യൂക്കേഷൻ ചെയ്യാം, ട്രെയിനിങ് ചെയ്യാം. അപ്പോൾ അവിടെ കയറുന്ന ആരായിരിക്കും? ഓൺലി ബൈ ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. വേറെ ആർക്കും കയറാനുള്ള പെർമിഷൻ ഇല്ല. സോ ദ പെർമിഷൻ ഈസ് ഗിവൺ ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഫോർ ക്യാരിങ് റിസർച്ച് ആക്ടിവിറ്റി, എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, ട്രെയിനിങ് പ്രോഗ്രാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ് ഒക്കെ അവിടെയാണ് നടക്കുന്നത്, ട്രക്കിങ്ങും ഇതൊക്കെ അവിടെയാണ് നടക്കുന്നത്. വാട്ട് വി കോമൺലി കോൾഡ് ബഫർ സോൺ. Okay, and third zone is called ecotourism zone. Public domain ആണ്, ആർക്ക് വേണമെങ്കിലും കയറാം. ഓക്കെ, പബ്ലിക് ഡൊമൈൻ ആണ്, ടൂറിസം ഏരിയ ആണ്. എനി കോമൺ മാൻ ക്യാൻ മൂവ് ഇൻ ടു ദ ഏരിയ. വാട്ട് വി കോമൺലി കോൾഡ് ecotourism zone. അപ്പോൾ ടൂറിസം പോകുന്നവർക്ക് അവിടെ പോവാം, റിക്രിയേഷൻ ചെയ്യാം, ട്രക്കിംഗ് നടത്താം. ഇവിടെയും ട്രക്കിംഗ് ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിനകത്തൊക്കെ ട്രക്കിംഗ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. അപ്പം ദാറ്റ്സ് ഓൺലി ഫോർ എ കോമൺ മാൻ, പബ്ലിക്. എക്കോ ക്ലബൊക്കെ പോകുന്നത് ഇവിടെയാണ് പോകുന്നത്. ഗ്രീൻ നോഡ് ക്ലബൊക്കെ പറയത്തില്ല, അവരൊക്കെ പോകുന്നത് ഈ സോണിലാണ്. അപ്പോൾ ദിസ് മാൻഡറ്ററി ഫോർ എനി BR അക്രോസ് ദ വേൾഡ്. അപ്പോൾ ഈ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ യു ആർ ബ്രാൻഡിങ് ദ ഫിനോമിന കോൾഡ് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ. ഇനി ഇന്ത്യ മാത്രമല്ല, അക്രോസ് ദ വേൾഡ് ചിലപ്പം അൺഓതറൈസ്ഡ് ഒരു 4th സോണും കൂടെ ഒന്ന് എഴുതിയിട്ടേക്കണം. പക്ഷെ എഴുതിയിടുമ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ഓർത്തൊന്നും ആരും പറയുന്നില്ല. യുനെസ്കോ പറഞ്ഞിട്ടില്ല. ഇതിനെ പറയുന്ന പേര് മാനിപ്പുലേഷൻ സോൺ എന്ന് പറയും. മാനിപ്പുലേഷൻ സോൺ എന്ന് പറയുമ്പോൾ പ്ലെയിൻ മീനിങ് എന്ന് പറയുമ്പോൾ ഇൻകം ജനറേറ്റിംഗ് സോണാണ്. എന്താ ഇൻകം ജനറേറ്റിംഗ്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് can go for cultivating any trees. അത് എന്തൊക്കെ ആവാം? സാൻഡൽവുഡ് ആവാം, റോസ്വുഡ് ആവാം, ടീക്ക് ആവാം, അക്കേഷ്യ ആവാം, റബ്ബർ വരെ ആവാം. ഇൻകം ജനറേഷൻ ആണ്. ഇനി അവിടെ അഗ്രികൾച്ചർ ചെയ്യാം, പെർമിസിബിൾ ആണ്. അനിമൽ ഹസ്ബൻഡറി ചെയ്യാം, പെർമിസിബിൾ ആണ്. അപ്പോൾ അവിടുത്തെ സോണ് ആര് പറയുന്നില്ല? യുനെസ്കോ പറഞ്ഞിട്ടൊന്നുമില്ല. സർക്കാരിന് കാശുണ്ടാക്കാൻ വേണ്ടി ഈ സോൺ എന്ത് ചെയ്യാൻ പറ്റും? കൾട്ടിവേഷനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വാട്ട് വി കോമൺലി കോൾഡ് മാനിപ്പുലേഷൻ സോൺ. ഇത് ഉള്ളത് കൊണ്ട് മെറിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൂഷൻ ഓഫ് കോമൺ മാൻ ഇൻ ടു ദ ഫോറസ്റ്റ് വിൽ ബി മിനിമൽ. കാരണം മാക്സിമം ഇതുവരെ വരത്തുള്ളൂ. ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പതുക്കെ മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോകും, ബഫറിൽ കയറും. ഇതുള്ളതുകൊണ്ട് ഇതിനകത്ത് കിടക്കാൻ തന്നെ കുറേ സമയം എടുക്കും. പിന്നെ എന്ത് ചെയ്യും? മാക്സിമം ഇവിടെ വരെ വരും, എക്കോ ടൂറിസം സോൺ വരെ വരത്തുള്ളൂ. അപ്പോൾ അനിമൽസ് അതുപോലെ തന്നെ ഇവിടെ കിടന്ന അനിമൽസ് മാക്സിമം ഇവിടെ വരെ വരത്തുള്ളൂ. അപ്പോൾ ഏതാണ്ട് നമ്മുടെ പർപ്പസ് എന്താണ്? കൺസർവേഷൻ റിസർവ് പോലെ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ. ഇനി എക്സാമ്പിൾ ഇന്ത്യയിൽ ആദ്യം കിട്ടിയ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയപ്പെടുന്നത് നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിൽ അത് മാത്രമേ ഉള്ളൂ, നീൽഗിരി ബയോസ്ഫിയർ റിസർവ്. അതിൻ്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത് 3 സ്റ്റേറ്റാണ്: കേരള, തമിഴ്നാടു ആൻഡ് കർണാടക. കേരള, തമിഴ്നാടു ആൻഡ് കർണാടക. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ്, ജോയിൻ്റ്ലി ഓൺഡ് ബൈ കേരള, തമിഴ്നാടു ആൻഡ് കർണാടക. രണ്ടാമത്തേത് കിട്ടിയതും വളരെ യുണീക്കാണ്, നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. അപ്പോൾ നീലഗിരി മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഷെയർ ഉള്ളത്.
നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, ഉത്തരാഞ്ചലിലാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഏരിയ, ഉത്തരാഞ്ചൽ. 3, ദ ഗൾഫ് ഓഫ് മന്നാർ, ആദ്യത്തെ മെറൈൻ ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ചോദ്യങ്ങളൊക്കെ ഹിറ്റ് ചെയ്യുന്നത് ഈ ഒരു സൈഡില. ഗൾഫ് ഓഫ് മന്നാർ, MANNAR, എവിടെ വരുന്നത്? തൂത്തുക്കുടിൻ ടു രാമേശ്വരം, തമിഴ്നാടുമാണ്. ആദ്യത്തെ മെറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ്. അപ്പൊ ഓർക്ക, BR എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആവണമെന്ന് എവിടെയും പറയുന്നില്ല. എന്താവാം? മെറൈൻ ബെൽറ്റും ആവാം. അങ്ങനെ കിട്ടിയ ഒരു മെറൈൻ BR ആണ് ഈ പറയുന്ന ഗൾഫ് ഓഫ് മന്നാർ. ഓക്കെ. 4, സുന്ദർബൻസ്, കൽക്കട്ട, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിൽ ആകെ ഒരു മാംഗ്രൂവ് ബയോസ്ഫിയർ റിസർവേ ഉള്ളൂ, ദാറ്റ് ബിലോങ് ടു സുന്ദർബൻസ്. മാംഗ്രൂവ് ബയോസ്ഫിയർ റിസർവ് ഇൻ ഇന്ത്യ. ഓക്കെ. ഇന്ത്യയിലെ ലാർജസ്റ്റ് ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നതും സുന്ദർബൻസ് ആണ്. ഓക്കെ. അപ്പൊ 2 ചോദ്യം അവിടെ വരുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയുടെ only one mangrove biosphere reserve in India. 2, ലാർജസ്റ്റ് BR ഇൻ ഇന്ത്യ ഏതാണ്? സുന്ദർബൻസ് ആണ്. ഓക്കെ. ഇപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് 12 BR കൊടുത്തിട്ടുണ്ട് അവർ, യുനെസ്കോ തന്നിട്ടുണ്ട്. ഈ 4 എണ്ണത്തിന് ഇപ്പം പറയുന്ന പേര് വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടെ പറയണം. അപ്പൊ അതും കൂടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ 12 നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഈ 4 എണ്ണം ഇപ്പൊ ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. കുറച്ചുകൂടി അപ്പർ പ്രൊഫൈലിലാണ്. എന്താണ്? വേൾഡ് ഹെറിറ്റേജ് ബയോസ്ഫിയർ റിസർവ്. അത്രയ്ക്ക് യുണീക്കാണ് ഈ പറയുന്ന 4 BR. അപ്പൊ അത് നല്ല ചോദ്യമാണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഓഫ് ഇന്ത്യൻ ബയോസ്ഫിയർ റിസർവ് ഇൻക്ലൂഡഡ് അണ്ടർ ദ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ബയോസ്ഫിയർ റിസർവ്? 4 എണ്ണമേ ഉള്ളൂ. നീൽഗിരി, നന്ദാദേവി, ഗൾഫ് ഓഫ് മന്നാർ, സുന്ദർബൻസ്. ഓക്കെ. ഇനി 5ാമത്തെ ഞാൻ പറയുന്ന എക്സാമ്പിൾ എഴുതിക്കോ. 5ാമത്തെ നമുക്ക് കിട്ടിയത് നമ്മളെ എന്താണ്? ദ ഗ്രേറ്റ് നിക്കോബാർ. 2013 അതാണ് നമുക്ക് കിട്ടിയത്. 13. ഓക്കെ. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയത് 2015 കിട്ടിയത് അഗസ്തിമല. അതും കേരളയും തമിഴ്നാടും കൂടെ ഷെയറിംഗ് ആണ്. അഗസ്തിമല, കേരള ആൻഡ് തമിഴ്നാടു. ഇനി ഏറ്റവും അവസാനം കിട്ടിയത് ഏതാണ്? 19 കറണ്ട് അഫെയർ. കാഞ്ചൻസോങ്ക, സിക്കിം. കാഞ്ചൻസോങ്ക, സിക്കിം. ലേറ്റസ്റ്റ് അതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. കാഞ്ചൻസോങ്ക, ISONGA, സിക്കിം. ഓക്കെ. അപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇത്രയാണ് നമ്മളെ യുണീക്കായിട്ട് വേൾഡ് ഹെറിറ്റേജിനകത്ത് വരുന്നതും. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 3 എണ്ണം. ഒന്ന് ഗൾഫ്, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ്സ്, അഗസ്തിമല, പിന്നെ വന്നിരിക്കുന്നത് കാഞ്ചൻസോങ്കയാണ്. ഓക്കെ, മനസ്സിലായോ? 12-ൽ 7 ഞാൻ തന്നിട്ടുണ്ട്. അപ്പം അത്രയും മതി BR-നകത്ത്. അടുത്ത കൊടുക്കുക ഹാട്ട് സ്പോട്ട്.